അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, മുഹിബ്ബീങ്ങൾ, അള്ളാഹു നമുക്ക് ഖൈറിൻ്റെ വാതിലുകളൊക്കെ തുറന്നു തരട്ടെ, ഷർറിൻ്റെ വാതിലുകളൊക്കെ അടക്കട്ടെ. ഒരുപാട് കാലം ദീനീ ഖിദ്മത്തിനും ഇൽമുമായി ബന്ധപ്പെടാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അതുപോലെ നല്ല നല്ല കാര്യങ്ങളെപ്പോഴും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരുടെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അവരോടുകൂടെ നാളെ ജന്നാത്തുൻ നഈമാകുന്ന സ്വർഗ്ഗലോകത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിവാർ അള്ളാഹു നമ്മളെയൊക്കെ ഒരുമിച്ചുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചക്കും വളർച്ചക്കും കാരണമായ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട റഈസുൽ സാഹിദീൻ ഖുത്ബുൽ ആലം സി.എം. വലിയുല്ലാഹി ഉപ്പാപ്പ. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും അവിടെ സിയാറത്ത് ചെയ്യണം. കഴിയുമെങ്കിൽ പരമാവധി പോകാൻ ശ്രമിക്കാൻ കഴിയുന്നവരൊക്കെ പോകണം. നമ്മൾ ആഗ്രഹിക്കണം ആ മഹാൻ്റെ പൊരുത്തം നേടാൻ. ആ മഹാൻ്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. വല്ലാത്തൊരത്ഭുതമാണ്, വല്ലാത്ത മാണിക്യമാണ് മഹാനവറുകളുടെ ആ സിയാറത്ത് നമുക്ക് നൽകുന്ന ആത്മീയമായ ഉയർച്ചയും വളർച്ചയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കാരണമാക്കി തരും. യാതൊരു സംശയമില്ല. വല്ലാത്തൊരത്ഭുതമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ ദിവസവും ഒരു 3 യാസീൻ ഓതണം. സി.എം. വലിയുല്ലാഹി ഉപ്പാപ്പൻ്റെ ഹദറത്തിലേക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മൾ ഓതാറില്ലേ, ഇവിടെ ഒരു 3 യാസീൻ കൂടി ഓതുക. ഒന്ന് ബഹുമാനപ്പെട്ട ഹദറത്ത്, അവരുടെ ഹദറത്തിലേക്കും, മറ്റൊന്ന് അവിടുത്തെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഹദറത്തിലേക്കും. സ്റ്റെപ്പിൻ്റെ താഴെ കിടക്കുന്നത് ബഹുമാനപ്പെട്ടവരുടെ മാതാവാണ്, ഉമ്മയാണ്. ആ 3 പേരുടെ ഹദറത്തിലേക്ക് ഒരു 3 യാസീൻ നമുക്ക് ദിവസം ഓതാൻ കഴിയുമോ? ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, അത്ഭുതകരമായ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നാം അനുഭവിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമുണ്ടോ ആ ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു നമുക്ക് സലാമത്താക്കി തരും. മാരകമായ രോഗങ്ങൾ, അതുപോലെ തന്നെ വലിയ പ്രതിസന്ധികൾ, വലിയ കടങ്ങൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ടെൻഷൻ, അങ്ങനെ തുടങ്ങി നാം അനുഭവിക്കുന്ന നീറുന്ന 100,000 പ്രശ്നങ്ങൾക്ക് റബ്ബ് തആല നമുക്ക് പരിഹാരം തരും. ആ മഹാനെ തവസ്സുലാക്കി വസീലയാക്കി ആ മഹാൻ്റെ ഹദറത്തിലേക്ക് ഈ രൂപത്തിൽ നമ്മൾ യാസീൻ ഓതി കുറേ കാലം തുറന്നു നോക്കൂ നിങ്ങൾ. അത്ഭുതകരമായ മാറ്റം നമുക്കുണ്ടാകും, ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായവർ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഈ വിനീതനായ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പരമാവധി ഒരു 3 മാസത്തിലൊരിക്കെങ്കിലും മാസത്തിൽ പോകാറുണ്ടായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നമുള്ളപ്പോൾ 3 മാസത്തിലൊരിക്കെങ്കിലും ഞാൻ അവിടെ എത്താറുണ്ട്, ദുആ ചെയ്യാറുണ്ട്, ഓരോ രാത്രികളവിടെ തങ്ങാറുമുണ്ട്. അതിൻ്റെയൊക്കെ ഫലങ്ങൾ ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരുപാട് ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വലിയ രോഗം പിടിപെട്ടിട്ട് ഡോക്ടർമാരൊക്കെ കഴിയുന്ന ഒരവസ്ഥയിൽ പോലും ശക്തമായ ഈ രംഗത്തേക്ക് തിരിച്ചു വരാൻ എനിക്ക് സാധിച്ചത് എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അതിനൊക്കെ കാരണം ബഹുമാനപ്പെട്ട റഈസുൽ സാഹിദീൻ ഖുത്ബുൽ ആലം ഉപ്പാപ്പാൻ്റെ ബർക്കത്താണ്. കോഴിക്കോട് MBR ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴൊക്കെ അവിടെ ചെന്ന് ദുആ ചെയ്തിട്ടല്ലാതെ ഞാൻ പോയിട്ടില്ല. അതിൻ്റെയൊക്കെ ഫലം ഞാൻ ഇന്ന് അനുഭവിക്കണം. അള്ളാഹു നമ്മയൊക്കെ സന്തോഷിപ്പിക്കുമാറാകട്ടെ.